അന്ന് ഈ രാജ്യത്തോട് മുഴുവൻ പറഞ്ഞത് എന്താ? ജീവനോടെ പിടിക്കണം, അങ്ങനെയാണ് ഇവർ വന്നതെന്ന് അറിയണം എന്നൊക്കെയാ. ഇപ്പൊ ജീവനോടെ പിടിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് ജീവനോടെ പിടിക്കണ്ടേ? ഇപ്പൊ പിന്നെ എന്തിനാ വെടിവെച്ച് കൊന്നു കളഞ്ഞത്? ഇപ്പൊ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ എന്തോ രഹസ്യമായിട്ട് പ്രവർത്തനം നടത്തി ഇവരെ കൊന്നു കളഞ്ഞു. അപ്പൊ പിന്നെ ആരോട് ചോദിക്കാനും പറയാനുമില്ലല്ലോ. ജീവനോടെ പിടിക്കണം എന്ന് പറഞ്ഞ് ഇത്രയും കാലം കാത്തിരുന്നിട്ട് വെടിവെച്ച് കൊന്നു കളഞ്ഞു എന്ന് ഇപ്പൊ പറയാ. പക്ഷേ ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം അതിന് നൽകിയ മറുപടികൾ എന്നതിനപ്പുറത്ത് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ നിലപാടുകളെ അപ്പാടെ, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ചരിത്രം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് പോവുക എന്ന് പറയുന്നത് രണ്ടുപേരുടെയും തന്ത്രത്തിന്റെ ഭാഗവും കൂടിയാണ് എന്ന നിലയ്ക്ക് അത് അവിടെ നിൽക്കട്ടെ. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് എടുത്ത നിലപാടുകളെ ഏതൊക്കെ ഭാഷ ഉപയോഗിച്ച് വിമർശിക്കാമോ, എത്രമേൽ അധിക്ഷേപിച്ച് സംസാരിക്കാമോ ആ നിലയ്ക്ക് തള്ളിക്കളയുന്നുണ്ട് പ്രധാനമന്ത്രി. അതായത് പാകിസ്ഥാൻ പറയുന്നത് എന്താണോ അതാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചത്. സൈന്യത്തെയാണ് വിശ്വാസത്തിലെടുക്കാത്തത്. പാകിസ്ഥാൻ എന്തു പറയുന്നു, അവരുടെ എന്ത് തന്ത്രമാണോ ഉള്ളത് അതാണ് മുഴുവനും പ്രചരിപ്പിച്ചത്. ലോകത്തിന്റെ മുഴുവൻ പിന്തുണ കിട്ടി, കോൺഗ്രസിന്റെ കിട്ടിയില്ല. ഇപ്പോൾ അഭിനന്ദൻ വർദ്ധമാൻ അവിടെ പോയി കുടുങ്ങുന്ന സമയത്ത് മോദി കുടുങ്ങിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അഭിനന്ദൻ തിരിച്ചു വന്നു, പഞ്ചാബിൽ നിന്ന് പോയ സൈനികൻ തിരിച്ചു വന്നു. ഇതൊക്കെ രാജ്യത്തിന്റെ നേട്ടമാണെന്ന് നിങ്ങൾ അംഗീകരിക്കാത്തപ്പോൾ നിങ്ങളെ നോക്കി രാജ്യം മുഴുവൻ ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അല്ല, വിവരമില്ലാത്തവർക്ക് എന്തും പറയാമല്ലോ. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പാകിസ്ഥാനെ രണ്ടാക്കി വിഭജിക്കാനായിട്ട് യുദ്ധം നടത്തി വിജയിച്ച നേതാവിന്റെ പേര് ഇന്ദിരാഗാന്ധി എന്നാ. ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാരിയായിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ചരിത്രം അറിയാത്തത് കൊണ്ടാ ഈ RSSകാർ നാഗ്പൂരിൽ എഴുതുന്ന ചരിത്രം മാത്രം മോദിക്ക് വായിച്ച് ശീലമുള്ളൂ. അല്ലാതെ നിഷ്പക്ഷ ചരിത്രം വായിച്ച് പഠിച്ചാൽ കുറെ കൂടി ചരിത്രബോധം കിട്ടിയേനെ. ഇപ്പൊ മോദിയുടെ വാക്കുകളെ കുറിച്ചിട്ടൊന്നും വിലയിരുത്താൻ ഞാൻ ആളല്ല. കാരണം എത്രത്തോളം മോശമായ വാക്ക് ഉപയോഗിക്കാമോ എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തി പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെ ആക്ഷേപിക്കാനല്ലാതെ വസ്തുതാപരമായിട്ട് മറുപടി പറയാൻ മോദി ഒരിക്കലും ശേഷി കാണിച്ചിട്ടില്ല. ഇനി ഇവിടെ ശങ്കുട്ടി ദാസ് പറയുന്നുണ്ടായിരുന്നു, നെഹ്റു അത് ചെയ്തു, ഇന്ദിര അങ്ങനെ ചെയ്തു, പാകിസ്ഥാൻ പിടിച്ചെടുക്കാമായിരുന്നു, പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടാൽ തോന്നും ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ആണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അടിവച്ച് മുന്നോട്ട് കയറുകയല്ലായിരുന്നോ? നമ്മുടെ ഓരോ വെടിക്കും പാകിസ്ഥാൻ വിറക്കിയല്ലായിരുന്നോ? പിന്നെ എന്തിനാ നിങ്ങൾ നിർത്തിയത്? ആ പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ട് തന്നെ പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാമായിരുന്നല്ലോ. ആ പിടിച്ചെടുക്കാതെ എന്തിനാണ് ഇന്ത്യൻ സൈന്യത്തെ നിങ്ങൾ തിരിച്ചു വിളിച്ചത്? അതിന് മറുപടി പറയണ്ടേ? അപ്പോ പണ്ട് നെഹ്റു ചെയ്ത തെറ്റാണെങ്കിൽ ഇന്ന് അതേ തെറ്റ് മോദി ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ തോന്നിവാസം പറയുന്നതിന് ഒരു പരിധി വേണ്ടേ? ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇതെല്ലാം പരിഹരിക്കപ്പെട്ടുവെന്ന്. എന്ത് പരിഹരിക്കപ്പെട്ടു? ഒരു കാര്യം ചോദിക്കട്ടെ മാധു, ഇവര് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പഹൽഗാമിലെ അക്രമം നടന്നപ്പോൾ ഏപ്രിൽ 22-ാം തീയതി പറഞ്ഞത് 5 ഭീകരർ നേരിട്ട് പങ്കെടുത്തു, 2 പ്രാദേശികമായിട്ടുള്ള ആളുകൾ അതിനെ സഹായിച്ചു എന്ന്. അപ്പൊ മൊത്തം 5 2 7 പ്രതികൾ ഉണ്ടാകണം. പലരുടെയും 4 പേരുടെയും 5 പേരുടെയും ഒക്കെ രേഖാചിത്രം പുറത്തുവിട്ടു. ഇപ്പൊ ശങ്കുട്ടി ദാസും കേന്ദ്ര മന്ത്രിസഭയൊക്കെ പറയുന്നത് 3 പേരെ വെടിവെച്ചു കൊന്നു, അതോടെ പ്രശ്നം പരിഹരിച്ചു എന്ന്. ഇപ്പൊ ബാക്കി 2 പേരും ഇവിടെ പോയി. അന്ന് ഈ രാജ്യത്തോട് മുഴുവൻ പറഞ്ഞത് എന്താ? ജീവനോടെ പിടിക്കണം, അങ്ങനെയാണ് ഇവർ വന്നതെന്ന് അറിയണം എന്നൊക്കെയാ. ഇപ്പൊ ജീവനോടെ പിടിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് ജീവനോടെ പിടിക്കണ്ടേ? അപ്പൊ പിന്നെ എന്തിനാ വെടിവെച്ച് കൊന്നു കളഞ്ഞത്? അപ്പൊ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ എന്തോ രഹസ്യമായിട്ട് പ്രവർത്തനം നടത്തി ഇവരെ കൊന്നു കളഞ്ഞു. അപ്പൊ പിന്നെ ആരോട് ചോദിക്കാനും പറയാനുമില്ലല്ലോ. ജീവനോടെ പിടിക്കണം എന്ന് പറഞ്ഞ് ഇത്രയും കാലം കാത്തിരുന്നിട്ട് വെടിവെച്ച് കൊന്നു കളഞ്ഞു എന്ന് ഇപ്പൊ പറയാ. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾ വലിയ ആക്ഷേപം പറയുന്നത് കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല എന്ന്. കോൺഗ്രസ് ഈ രാജ്യത്ത് ഇന്ത്യൻ പട്ടാളത്തോടൊപ്പം നിന്നു, പട്ടാളത്തിന്റെ എല്ലാ തീരുമാനത്തോടൊപ്പം നിന്നു. രാജ്യത്തിന്റെ സർക്കാരിനും ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്തപ്പോൾ കോൺഗ്രസ് ഈ രാജ്യത്തോടും പട്ടാളക്കാരോടും ഒപ്പം നിന്നു. ഓക്കെ, ഈ സോഫിയ ഖുറേഷിയെ ആക്ഷേപിച്ച ആ വിജയ് കൺവർഷ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ മന്ത്രിയെ ഇപ്പോഴും നിങ്ങൾ മന്ത്രിയായിട്ട് ചുമക്കുന്നില്ലേ? നാണമുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ ഒന്ന് രാജിവെപ്പിച്ച് പുറത്തേക്ക് വിടണം. അടുത്തത് നിങ്ങൾ പറയുന്നത് 11 വർഷം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന് മോദി പറയുന്ന ഭീകരവാദം. ഇവിടെ ശങ്കുട്ടി ദാസ് പറയുന്നു അതിൽ 70% കുറച്ചു എന്ന്. നിങ്ങൾക്ക് തന്നെ ഒരു യോജിപ്പില്ലേ? മോദി പറയുന്നു ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന്, ശങ്കുട്ടി ദാസ് പറയുന്നു 70% കുറച്ചു എന്ന്. ഏതാ ഈ പറയുന്നത്? കാശ്മീർ 2 ഭീകരവാദം നിങ്ങൾ തീർത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു നോട്ട് നിരോധിച്ചപ്പോൾ ഈ രാജ്യത്തെ ഭീകരവാദം നിങ്ങൾ നിർത്തി. ഇപ്പൊ പിന്നെ ഇതേത് ഭീകരവാദ? ഇങ്ങനെ പലതരത്തിൽ പല സമയത്ത് ഭീകരവാദം വരുന്നുണ്ടോ? ഇനി ശങ്കുട്ടി ദാസിന്റെ വാദം ഞാനിങ്ങനെ എടുക്കുക. UPA സർക്കാർ ഭരിക്കുമ്പോൾ 7000-ത്തിലധികം ഭീകരവാദ ആക്രമണങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ തന്നെ എടുക്കുക. എനിക്കറിയില്ല, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കാം. ഒരു ശരിയെങ്കിൽ നിങ്ങൾ പറയുമല്ലോ. അപ്പൊ ഈ ഇതിൽ 70% കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന്
എന്താണെന്നറിയോ? മക്ക മസ്ജിദ് സ്ഫോടനം, മലേഗാവ് അക്രമം, ഇങ്ങനെ ആസൂത്രിതമായിട്ടുള്ള അക്രമങ്ങൾ നടത്തിയ RSSന്റെ സംഘപരിവാറിന്റെ ആ സ്വാതി പ്രാഞ്ചയും അങ്ങനെ കുറെ സന്യസ്തരും മറ്റവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് ഈ അക്രമം നടത്തിയത്. അവരിപ്പോ പരിപാടി നിർത്തി കേന്ദ്ര മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുന്ന MP-മാരായിട്ട് പാർലമെന്റിൽ ഇരിക്കുക. അപ്പൊ ഇപ്പൊ അക്രമം കുറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെയാ. അന്ന് അക്രമം നടത്തിയ ആളുകൾ നിങ്ങൾ തന്നെയാ. ഇപ്പൊ നിങ്ങൾ അക്രമം നിർത്തി നിങ്ങൾ ഭരണത്തിന് നേതൃത്വം നൽകുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ ഈ പഹൽഗാം അക്രമത്തിന് കാരണമായിട്ടുള്ള സെക്യൂരിറ്റി വീഴ്ചയുടെ ഉത്തരവാദി ആരാണെന്ന് പറയും ശംഖു. അത് പറയണ്ടേ? അവിടെ എന്തുകൊണ്ട് സൈന്യത്തിന്റെ അംഗബലം കുറഞ്ഞു? ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഞാൻ വരാം.